അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളുമുണ്ട്. കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ കൂടുതലായും കാണുന്നത് ഉസ്താദേ, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, ആഗ്രഹം മനസ്സിലുണ്ട്, അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ദുആ ചെയ്യണേ എന്നിങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ ദിവസവും വായിക്കാൻ സാധിക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളെല്ലാം നാം ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയായി കിട്ടണം. ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ട്, 5 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, അത്രയും പെട്ടെന്ന് സ്പീഡിൽ വേഗത്തിൽ പൂർത്തിയാകാൻ എന്താണ് ചെയ്യേണ്ടത്? ആത്മീയ വഴികൾ എന്താണ്? ഏത് ദിക്ർ ചൊല്ലണം? ഏത് ഇസ്മു പതിവാക്കണം? ഏത് സ്വലാത്ത് ചൊല്ലണം? ഏത് സൂറത്ത് ഓതണം? എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. സൂറത്തുൽ ഫത്ഹ് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മശായിഖന്മാര്, മഹാന്മാര്, ആരിഫീങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു. വഅൻ ബഅദിൽ മശായിഖ്, ചില മശായിഖന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുഖ്റഉ സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ് ഓതണം. ലിനൈലിൽ മത്ലൂബ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നടന്നു കിട്ടാൻ. വദഫി കുല്ലി മർഹൂബിൻ, അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടാൻ, മാറിക്കിട്ടാൻ. ഇഹ്ദം വഇശ്രീന മർറ, 21 വട്ടം ഒരു രൂപം. ഔ ഇഹ്ദം വഅർബഈന മർറ, അല്ലെങ്കിൽ 41 വട്ടം. ഫീ സലാസതി അയ്യാമിൻ, 3 ദിവസം. ഔ ഖംസതി അയ്യാമിൻ, അല്ലെങ്കിൽ 5 ദിവസം. ഔ സബഅതി അയ്യാമിൻ മുതവാലിയത്തിൽ, തുടരെയുള്ള 7 ദിവസം. ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നടന്നു കിട്ടാൻ സൂറത്തുൽ ഫത്ഹ് 21 വട്ടം ഓതാം, 41 വട്ടം ഓതാം. 3 ദിവസം കൊണ്ട് അത് പൂർത്തിയായില്ലെങ്കിൽ 5 ദിവസം, അതല്ലെങ്കിൽ 7 ദിവസം. ഒരാഴ്ച കൊണ്ട് സൂറത്തുൽ ഫത്ഹ് 21 വട്ടം അല്ലെങ്കിൽ 41 വട്ടം നല്ല നിയത്തോടെ ഇഖ്ലാസോടുകൂടെ എന്റെ ആഗ്രഹം നടന്നു കിട്ടും, എന്റെ ഉദ്ദേശം പൂർത്തിയായി കിട്ടും, എന്റെ ആവശ്യം അത് അള്ളാഹു എനിക്ക് എളുപ്പമാക്കി തരും എന്ന നല്ല ഇഖ്ലാസോടെ നിയ്യത്തോടുകൂടെ ഓതിയാൽ തീർച്ചയായും ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരും. മശായിഖന്മാരാണ് പറയുന്നത്, അവര് വെറുതെയല്ല പറയുന്നത്. അവരങ്ങനെ ഓതിയപ്പോൾ അവർക്ക് അതിന്റെ ഫലം കിട്ടി. നല്ല ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, നല്ല ഈമാൻ ഉണ്ടായിരിക്കണം. സംശയത്തോടുകൂടെ ഓതിയാൽ അത് എന്ത് ചെയ്താലും അതെനിക്ക് ഫലം കിട്ടൂല. ഒമൻ ദാവമ അലാ ഖിറാഅതിഹാ കുല്ല യൗമിൻ, ഒരാൾ സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും പതിവാക്കിയ, എല്ലാ ദിവസവും ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, പതിവാക്കി, ഫതഹ അലി ജമീഅ മുഗ്ലഖാതിഹി, അവന്റെ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും. എന്ന് പറഞ്ഞാൽ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, തടസ്സങ്ങൾ ഒരുപാടുണ്ട്. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ വീടിന്റെ പണി പകുതിയിൽ, ക്യാഷ് പണം കൊടുത്തത് കിട്ടാനുണ്ട്, കച്ചവടത്തിന് കൊടുത്തത്, ബിസിനസ്സിന് കൊടുത്തത്, ഇങ്ങനെയുള്ള തടസ്സങ്ങള്, മുടക്കങ്ങളെല്ലാം മാറിക്കിട്ടും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം, തുറന്നു കിട്ടുക എന്ന അർത്ഥമല്ല അതിന്റെ.
മിൻ ഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലും സർവ്വ ഖൈറുകൾ ലഭിക്കും. എല്ലാ മുടക്കവും എല്ലാ തടസ്സവും മാറിക്കിട്ടും. വഇദാ ഖറഅഹൽ മുഅ്സിർ, പ്രയാസപ്പെടുന്നവര്, ബുദ്ധിമുട്ടുള്ളവര്, ടെൻഷനുള്ളവര്, ദുഃഖമുള്ളവര്, പ്രതിസന്ധിയിലകപ്പെട്ടവര് സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ യസ്റഉല്ലാഹു ഉമൂറഹു, അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവിൽ മദിയൂൻ, കടക്കാരൻ ഓതിയാൽ, കടം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവര്, കടം വീടാൻ കഴിയാത്തവര്, അവര് സൂറത്തുൽ ഫത്ഹ് പതിവാക്കിയാൽ ഖളാദൈന, അവന്റെ കടം അല്ലാഹു വീട്ടാനുള്ള മാർഗങ്ങൾ, വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവിൽ മസ്ജൂൻ, അതുപോലെ തന്നെ ജയിലിൽ അകപ്പെട്ടവര്, കള്ളക്കേസിൽ ജയിലിലായവര്, കുടുക്കിൽപ്പെട്ടവര് സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ഖറജ മിൻ സിജ്നിഹി, അവന്റെ ജയിൽവാസത്തിൽ നിന്ന് രക്ഷപ്പെടും, ജയിലിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അവൻ ഏതൊരു കുടുക്കിലാണോ പെട്ടത് അതിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അവനിക്ക് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ബന്ധപ്പെട്ട ആളുകൾ, ഭാര്യ മക്കളോ ഉമ്മയോ അവരോതുക, നിയത്താക്കി ഓതുക. അള്ളാഹു പെട്ടെന്ന് ഫത്ഹ് നൽകും, വിജയം നൽകും. സൂറത്തുൽ ഫത്ഹിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പരിശുദ്ധ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾക്കുള്ള ആയത്തുകൾക്കുള്ള മഹത്വം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ചെറിയ ചെറിയ സൂറത്തുകൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ നേട്ടങ്ങൾ, ഫലങ്ങൾ എത്രയാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ, അതിൽ എല്ലാത്തിനും ശമനമുണ്ട്, പരിഹാരമുണ്ട്. മുഅ്മിനീങ്ങൾക്ക് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഖുർആൻ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഈ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ സൂറത്തുൽ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണം, വിജയിപ്പിക്കണം എന്ന ദുആ നടത്തിയാൽ അല്ലാഹു ഒരിക്കലും തട്ടൂല. അല്ലാഹുവിന്റെ കലാമാണല്ലോ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫത്ഹ് ജീവിതത്തിൽ പതിവാക്കുക. പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ 7 ദിവസം ഓതി നോക്കൂ. 7 ദിവസം തുടരെ ഓതു. 21 ദിവസം, ഓരോ ദിവസം 21 ദിവസം, അല്ലെങ്കിൽ 41 ദിവസം. അതിന്റെ ഇടയിൽ അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കി തരും, എളുപ്പമാക്കി തരും. സുബ്ഹാനഹു വ തആല മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും, ഉദ്ദേശങ്ങളെയും, ആഗ്രഹങ്ങളെയും, ആവശ്യങ്ങളെയും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യത്തോടെ, അന്തസ്സോടെ, കടമില്ലാതെ, സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.